ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് മുളപ്പിച്ച റാഗി പൗഡർ വീട്ടിൽ തന്നെ ഞാൻ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. കുഞ്ഞു കുട്ടികൾക്ക് 6 മാസം മുതൽ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് തന്നെ കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഫുഡാണ് റാഗി. റാഗിയിൽ ധാരാളം കാൽസ്യം, അയണൊക്കെ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ മുളപ്പിച്ച റാഗി കുറുക്കിലാണ് കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ മുളപ്പിച്ച് റാഗി കുറുക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും വളരെയധികം നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് റാഗി. പ്രോട്ടീൻ, അയൺ, കാൽസ്യം, അതുകൂടാതെ ധാരാളം ഫൈബറും റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്. മുളപ്പിച്ച റാഗി പൗഡർ ഉപയോഗിച്ച് നമുക്ക് കുറുക്ക് മാത്രമല്ല കേട്ടോ, റാഗി ബിസ്ക്കറ്റ് ഉണ്ടാക്കാം, റാഗി ലഡു ഉണ്ടാക്കാം, അതേപോലെ തന്നെ റാഗി പാൻ കേക്ക് തയ്യാറാക്കാം. അതുകൂടാതെ റാഗി ഷെയ്ക്ക് ആയിട്ട് ഉപയോഗിക്കാം. അതല്ല മുതിർന്നവർക്കാണെങ്കിൽ റാഗി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കാം. ഇതെല്ലാം തന്നെ ഈ റാഗി സ്പൗട്ടഡ് റാഗി പൗഡർ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്പൗട്ടഡ് റാഗി പൗഡർ, അതായത് മുളപ്പിച്ച റാഗി പൗഡർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ റാഗി മുളപ്പിച്ചെടുക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ റാഗി അഥവാ പഞ്ഞപ്പുല്ല് എന്നാണ് പറയുക. ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. പഞ്ഞപ്പുല്ല്, മുത്താറി അങ്ങനെയൊക്കെ പറയാറുണ്ട്. ആദ്യം തന്നെ ഈ റാഗി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം അതിൽ കല്ലോ നെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കി അത് ക്ലിയർ ആക്കണം. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ നല്ലപോലെ അഴുക്ക് കാണും റാഗിയിൽ. അതിനുശേഷം 3-4-5 വെള്ളത്തിലൊക്കെ നല്ലതുപോലെ കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുത്ത റാഗി നമ്മൾ ഓവർനൈറ്റ് കുതിരാനായിട്ട് വയ്ക്കുക. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ആ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു ടവലിൽ നല്ല വൃത്തിയുള്ള ഒരു തുണിയിൽ ഇതേപോലെ നിരത്തിയിടുക. കിഴി കെട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുള വരും. എന്നാൽ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ കിഴി കെട്ടി വെച്ചാൽ സ്മെല്ല് വരുന്നതായിട്ട് ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കിഴി കെട്ടി വെക്കണില്ല. ഇതേപോലെ ഒരു നല്ല വൃത്തിയുള്ള ടർക്കിയിൽ നിരത്തി വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു അടപ്പ് വെച്ച് ഞാൻ അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് പൊതിഞ്ഞ് വെക്കാം. അധികം ചൂടൊന്നും അടിക്കാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ പിറ്റേന്ന് രാവിലെ തന്നെ അത് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായെന്ന് നോക്കാം. അപ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് മുള പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. മുള വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നിട്ടില്ലെന്നും പറയാൻ പറ്റില്ല. എന്നാൽ ചെറിയ ചെറിയ മുളകൾ പൊട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് ഇത്രയും പോരാ, കുറച്ചും കൂടെ നല്ല പോലെ മുള വരണം. അപ്പോൾ 2 ദിവസത്തേക്ക് കൂടെ നമുക്ക് ഇതുപോലെ തന്നെ അടച്ചു വെക്കാം. 2 ദിവസത്തിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. 3 ദിവസം ആയപ്പോൾ തന്നെ നല്ല പോലെ മുള വന്നിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം വേണം കേട്ടോ ഇതിങ്ങനെ മുളപ്പിച്ചെടുക്കാനായിട്ട്. അതിൽ കൂടുതൽ ദിവസം വെക്കണ്ട. ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ട്രേയിലേക്ക് നമ്മൾ മുളപ്പിച്ച റാഗി മാറ്റി വെക്കുന്നുണ്ട്. നല്ല വൃത്തിയുള്ള ഒട്ടും വെള്ളമില്ലാത്ത ഒരു ട്രേയിൽ വേണം നമ്മൾ ഇത് ഉണക്കാനായിട്ട് വെക്കാനായിട്ട്. ഞാൻ കയ്യിലൊരു ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് വയറിനൊക്കെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. വളരെയധികം ഹെൽത്തി ആട്ടോ ഈ മുളപ്പിച്ച റാഗി കൊണ്ടുള്ള ഫുഡുകൾ. 8 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം. ഞാനൊന്ന് ഒരു ദിവസം വെയിലത്ത് വെച്ചപ്പോൾ തന്നെ അത് ഉണങ്ങി കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേന്നാണെങ്കിൽ എനിക്ക് വെയിലത്ത് വെക്കാൻ പറ്റിയില്ല, കാരണം മഴയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഇരുന്ന് കുറച്ചും കൂടെ മുള വന്നു. അതിൻ്റെ അകത്തൊക്കെ ഇലയൊക്കെ വരാൻ ഒരു ഗ്രീൻ കളറൊക്കെ വന്നു തുടങ്ങി കേട്ടോ, ഇലയൊക്കെ വരുന്നത് പോലെ. ഇപ്പം നമ്മൾ മുളപ്പിക്കാൻ വെച്ചിട്ട് ഒരു 5 ദിവസം ആയിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഞാൻ നല്ല വെയിലുള്ള ദിവസം ഇത് ഇങ്ങനെ തന്നെ ഉണക്കിയെടുത്ത് കേട്ടോ. ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ലതുപോലെ ഉണങ്ങി കിട്ടണം. അതിനുശേഷം ഒരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. പൊടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഈ മുളപ്പിച്ച റാഗി പൗഡർ ഉപയോഗിച്ച് കുറുക്കുകളൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റായിട്ടോ അല്ലെങ്കിൽ പാൻ കേക്കായിട്ടോ അങ്ങനെ വിവിധ തരത്തിലുള്ള വിഭവങ്ങളായിട്ട് നമുക്ക് കൊടുക്കാം.
അതിലേക്ക് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.